ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ SSLC പരീക്ഷയിൽ വരുന്ന അല്ലെങ്കിൽ വാല്യുവേഷനിൽ വരുന്ന പുതിയൊരു മാറ്റവുമായി സംബന്ധിച്ച ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മക്കളെ, ഈ കഴിഞ്ഞ SSLC റിസൾട്ട് പ്രകാരം നമ്മുടെ വിജയ ശതമാനം എന്ന് പറഞ്ഞു വെച്ചാൽ 99% കൂടുതലാണ്. പക്ഷെ ആ പറയുന്ന വിജയ ശതമാനം വരുന്ന വർഷങ്ങളിൽ കുത്തനെ ഇടിയാനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന 8ന്റെ പണി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അഥവാ ഈ കഴിഞ്ഞ വർഷം വരെ ഒരു SSLC കുട്ടിക്ക് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ പാസ്സാവാൻ വേണ്ടിയിരുന്നത് വെറും 5 മാർക്കാണ്. കാരണം 5 മാർക്ക് പ്ലസ് 10 മാർക്ക് കുട്ടിക്ക് CE മാർക്ക് ഉണ്ടെങ്കിൽ 50-ൽ 15 മാർക്ക് നേടി ഒരു കുട്ടിക്ക് നിസ്സാരമായി തന്നെ പാസ്സാവാൻ സാധിക്കും. സോ 40-ൽ 5 മാർക്ക് വേണ്ടിയിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ അഥവാ നിങ്ങളുടെ അക്കാഡമിക് ഇയർ മുതൽ ഒരു 40 മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു SSLC വിദ്യാർത്ഥിക്ക് പാസ്സാവാൻ 5 മാർക്ക് മതിയാവില്ല. മറിച്ച് 40-ന്റെ 30% 12 മാർക്ക് വേണം. കഴിഞ്ഞ വർഷം വരെ 5 മാർക്ക് നേടി പാസ്സായ ഒരു വിദ്യാർത്ഥിക്ക് ഈ വർഷം മുതൽ 12 മാർക്ക് 40-ൽ നേടിയെടുത്താൽ മാത്രമേ പാസ്സാവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, വരുന്ന വർഷം മുതൽ വിജയ ശതമാനത്തിൽ വലിയ ഇടിവാണ് സംഭവിക്കാൻ പോകുന്നത്. അഥവാ പഠിക്കുന്ന കുട്ടികൾ മാത്രം പാസ്സാവുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സോ SSLC പരീക്ഷയെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പാസ്സാവാം എന്ന മെൻറ്റാലിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. മറിച്ച് സീരിയസ് ആയി തന്നെ പഠിച്ചു തുടങ്ങുക. അഥവാ ടോട്ടൽ മാർക്ക് എന്നതിനപ്പുറം നമ്മുടെ ടെർമിനൽ എക്സാമിനേഷനിൽ 30% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കത്തുള്ളൂ. +1 +2 ഇതേ മാർക്കിംഗ് സിസ്റ്റമാണ് കറൻ്റ്ലി നിലവിലുള്ളത്. അതുപോലെ തന്നെയാണ് ഈ 10ാം ക്ലാസ്സിലും നിലവിൽ വരാൻ പോകുന്നത്. സോ ശ്രദ്ധയോടുകൂടി തന്നെ 10ാം ക്ലാസ് പഠിച്ചു തുടങ്ങുക. എക്സാമിൻ്റെ തലേനാൾ പഠിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് തുടക്കം മുതൽ തന്നെ കോൺഫിഡൻ്റ് ആയി പഠിച്ചു തുടങ്ങുക. നമ്മുടെ അസ്ത്ര ബാച്ചിൻ്റെ ക്ലാസ്സുകളൊക്കെ കറൻ്റ്ലി ആരംഭിച്ചിട്ടുണ്ട്. സെക്കൻഡ് ബാച്ച് ഈ വരുന്ന ജൂൺ 12-ാം തീയതിയാണ് ആരംഭിക്കാൻ പോകുന്നത്. സോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കുക. അടിപൊളിയായി തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.